കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാക്ഷി TV ആരംഭിച്ച മടിയിൽ കനമില്ലാത്തവർ ശബ്ദിക്കട്ടെ എന്ന പ്രോഗ്രാം ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ സാക്ഷി പ്രേക്ഷകർക്കായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവയുടെ നേതൃത്വത്തെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. ഏറെക്കുറെ എല്ലാവരും മടിയിൽ കനമില്ലാതെ സംസാരിച്ചു. അവരുടെ നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ തന്നെ തുറന്നു സംസാരിച്ചു. ഇനി സാക്ഷി പറയട്ടെ. സാക്ഷിക്കും പറയാനുണ്ട് സാക്ഷിയുടെ നിലപാടുകൾ. ജനങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളിലാണെന്ന് ഊറ്റം കൊള്ളുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ നേതൃത്വവും നിശബ്ദരാവുകയായിരുന്നു. ആ നിശബ്ദതയ്ക്ക് അവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. അപ്പോഴും പഞ്ചായത്ത് ഭരിക്കുന്ന LDFന്റെ ഭാഗമായ CPIയും അവരുടെ യുവജന പ്രസ്ഥാനമായ AIYFും അവരുടെ നിലപാട് നട്ടല്ലോടെ പറഞ്ഞു. അതിനെ അഭിനന്ദിക്കാതെ വയ്യ സാക്ഷിക്ക്. നാടിൻ്റെ ക്ഷേമമാണ്, വികസനമാണ്, കരുതലാണ് ഞങ്ങളെന്ന് പ്രസംഗവേദികളിൽ ഘോരം പ്രസംഗിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ചിലരെയും സാക്ഷി കണ്ടു. അവർ നിശബ്ദരാണ്. അവർക്ക് മടിയിൽ കനമുണ്ടെന്ന് സാക്ഷി പറയുന്നില്ല. എന്നാൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ചോര കൊടുത്ത് ചടയമംഗലത്തെ ചുവപ്പിച്ച, കുടുംബം മറന്ന് പ്രസ്ഥാനത്തെ വളർത്തിയ ചില ആത്മാക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്. കർക്കിടക മാസത്തിലെ ബലിതർപ്പണത്തിൽ അവർ തൃപ്തരാകില്ല. നിങ്ങൾ ഉടുക്കുന്ന ഉടയാത്ത പുളിയിലക്കരമുണ്ടും, നിങ്ങൾ അനുഭവിക്കുന്ന സുഖശീതളതയും, നിങ്ങൾ നിറഞ്ഞാടി തിമിർക്കുന്ന വേദികളും അവർ പിടിച്ച കൊടിയുടെയും വിശപ്പിൻ്റെയും വിയർപ്പിൻ്റെയും ദാനമാണെന്ന് ഓർക്കുക. സ്വയം നാടിൻ്റെ മുന്നിൽ അപഹാസ്യ കഥാപാത്രമായി മാറാതിരിക്കാൻ, ആ ആത്മാക്കളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനെങ്കിലും ഒന്ന് ചടയമംഗലത്തിനായി ശബ്ദിക്കണം സാർ. നിങ്ങൾ പറയുന്ന ചില തൊടുന്യായങ്ങളുണ്ടല്ലോ. മുന്നണി സംവിധാനത്തിൽ കൂടെ നിൽക്കുന്നവന്റെ സംരക്ഷണത്തിനായി ഞങ്ങൾ നിശബ്ദരാകുന്നെന്നു. ഈ ന്യായം നിങ്ങളുടെ മുഖം കൂടുതൽ വികൃതമാക്കുകയുള്ളൂ. ചടയമംഗലം തിരിച്ചറിയും. ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആ നാടിനോടല്ല, മറിച്ച് നിങ്ങളുടെ ആചാര്യന്മാർ അകറ്റി നിർത്തിയിരുന്ന വർഗശത്രുക്കളോടാണ് ആഭിമുഖ്യമെന്ന്. നിങ്ങളുടെ യുവജന വിഭാഗങ്ങളെ നിയന്ത്രണം, അച്ചടക്കം എന്നീ കറുപ്പുകൾ നൽകി നിർജീവമാക്കിയിരിക്കുന്നതും ജനം പൊറുക്കില്ല. പൂർവികരുടെ വർഗസമര ചരിത്രം പറഞ്ഞ് ജനങ്ങളുടെ മനസ്സുകളിൽ ഇടം നേടാമെന്ന് വ്യാമോഹവും അസ്തമിച്ചേക്കാം. നിങ്ങൾ വിളിച്ചുകൂട്ടുന്ന വിശദീകരണ യോഗങ്ങളിൽ നാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ മറച്ചുവെച്ച് നിങ്ങളുടെ ദുർബല അടിവേരുകൾക്ക് ശക്തി പകരാൻ കാണിക്കുന്ന ഈ തത്രപ്പാട് ഒരു ജനത തിരിച്ചറിഞ്ഞാൽ, അവരുടെ ശാപവാക്കുകൾ ഒരു തീകോളം പോലെ നിങ്ങളെ വിഴുങ്ങുന്നതായി സ്വപ്നം കണ്ട് ഉണരേണ്ട നാളുകൾ എത്തിച്ചേർന്നാൽ അതിൽ അത്ഭുതമില്ല. ആ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിലർ കെട്ടിപ്പൊക്കിയ മണിവാളികകളുടെ ശീതളതയ്ക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്ന ശാപവാക്കുകളുടെ താപത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. നാടിനെ വിറ്റു നേടിയതെന്ന് നിങ്ങളിൽ ചിലർ നേടിയെടുത്ത മണ്ണിനെയും പൊന്നിനെയും ബഹുനില കെട്ടിടങ്ങളെയും നോക്കി നാളത്തെ തലമുറ ഉറക്കെ വിളിച്ചു പറഞ്ഞെന്ന് വന്നേക്കാം. അധികാരികളെ ഒരിടത്തെ മെമ്പർമാരെ
വാങ്ങിയിട്ട് ഒരിടത്തെ നാട്ടുകാരെ മണ്ണിൽ നിന്ന് സ്വന്തം ജനതയ്ക്കായി വിപ്ലവം അഥവാ ഒരു മാറ്റത്തിനായി ഇനിയെങ്കിലും ഒത്തൊരുമിക്കാം. അല്ലെങ്കിൽ ഒരു നാൾ ഒറ്റുകാരന്റെ കുപ്പായം തുന്നി ചടയമംഗലത്തെ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവും. ആ നാളുകൾ വിദൂരമല്ലെന്നും ഓർക്കുന്നത് നന്ന്. സാക്ഷി TV.